ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ കിച്ചണിൻ്റെ ഏരിയയിൽ മെയിൻ ഒരു ഐറ്റമാണ് നമ്മുടെ സിങ്ക് വരുന്നത്. സിങ്കിൻ്റെ ഏരിയയിൽ നമുക്ക് എങ്ങനെയൊക്കെ പ്ലംബിങ്ങിൻ്റെ ലൈൻ കൊടുക്കണമെന്നും എത്ര ഹൈറ്റിലാണ് കൊടുക്കേണ്ടതും ഏതൊക്കെ പൈപ്പാണ് കൊടുക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു സിങ്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ വയ്ക്കുന്ന സിങ്കിനനുസരിച്ചിട്ട് ആദ്യം തീരുമാനങ്ങൾ എടുക്കണം. സിങ്ക് എത്രേൻ്റെയാണ് വയ്ക്കുന്നതെന്ന് നോക്കിയതിന് ശേഷം അതിൻ്റെ കറക്റ്റ് സ്ലാബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായ ഹോള് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് റെഡിയാക്കണം. അതിന് ശേഷമാണ് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള നമ്മുടെ ടാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ വയ്ക്കുന്ന സിങ്കാണ് വരുന്നത്. സെൻറ്ററിൽ വയ്ക്കുന്ന സിങ്ക് വന്നതിന് ശേഷം അതിൻ്റെ ടോപ്പിലായിട്ട് രണ്ട് സെൻറ്ററിൽ ചെയ്തതിന് ശേഷം നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് കിട്ടുന്ന രീതിയിൽ ഒരു 2 ടാപ്പാണ് കൊടുത്തത്. ആദ്യമേ തന്നെ ഇതിൻ്റെ ഈ സിങ്കിൻ്റെ സെൻറ്റർ ആദ്യമേ തന്നെ മാർക്ക് ചെയ്യുക. അതായത് ഇതിൻ്റെ ഉള്ളളവ് എടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തതാണ് ഈ കാണുന്നത്. അതിൽ നിന്നും 3.5 ഇഞ്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക, 3.5 ഇഞ്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. 3.25 ഇഞ്ച് 3.25 ഇഞ്ച് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളളവ് എന്ന് പറയുന്നത് രണ്ടും തമ്മിലുള്ള അകലം 3.5 ഇഞ്ചായിട്ട് വരും. അതായത് സെൻറ്ററിൽ നിന്ന് 3.25 ഇപ്പുറത്തുനിന്ന് 3.25 രണ്ട് ടാപ്പ് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ് വരുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്രാനൈറ്റ് വരുന്നതിൻ്റെ ഹൈറ്റ് ഏകദേശം 2 ഇഞ്ച് ഹൈറ്റാണ് വരുന്നത്. 2 ഇഞ്ച് ഹൈറ്റ് വന്നതിന് ശേഷം ആ ടോപ്പ് ലെവൽ അതിൽ നിന്നും വീണ്ടും 5 ഇഞ്ച് പൊങ്ങിയാണ് നമ്മുടെ ടാപ്പ് കൊടുക്കേണ്ടത്. അതായത് ഗ്രാനൈറ്റ് വിടാനായിട്ട് 2 ഇഞ്ച്, അതിനുശേഷം മുകളിലേക്ക് വീണ്ടും ഒരു 5 ഇഞ്ച്, അങ്ങനെ ടോട്ടൽ 7 ഇഞ്ചാണ് നമ്മുടെ ഈ അവസ്ഥയിൽ നിന്ന് കൊടുക്കേണ്ടത്. അതായത് ഗ്രാനൈറ്റ് ഇടുന്നതിന് മുന്നേ ആണെങ്കിൽ 7 ഇഞ്ച് കൊടുക്കണം. ഗ്രാനൈറ്റ് ഇട്ടതിന് ശേഷമായിട്ടാണ് നമ്മൾ ടാപ്പ് കൊടുക്കുന്നതെങ്കിൽ 5 ഇഞ്ച് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് വരുന്നത്. പിന്നെ അതിൻ്റെ താഴെ ഏറ്റവും താഴെയായിട്ട് നമ്മൾ വേസ്റ്റ് ലൈൻ പോകുന്നുണ്ട്. ഈ വേസ്റ്റ് ലൈൻ നമുക്ക് തുളയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ സിങ്കിൻ്റെ ഒരു താഴ്ച നമ്മൾ എടുക്കണം. അതായത് സാധാരണ നോർമൽ ലെവലിൽ വരുന്ന 9 ഇഞ്ച്, പിന്നെ നമ്മൾ 10 ഇഞ്ച് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 10 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം താഴെ നമുക്കൊരു ബെൻഡ് ഇടാനുള്ള ഗ്യാപ്പ് കൂടി കൊടുക്കണം. ഒരു ബെൻഡ് ഇടാനും ഉള്ള ഗ്യാപ്പ് കൂടി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 2 ഇഞ്ച് പൈപ്പ് നേരെ പുറത്തേക്ക് തുളയ്ക്കണം. ഈ ലെവലിലാണ് ഏകദേശം ഒരു 10 ഇഞ്ച് താഴ്ച വരുന്നത്. ഈ 10 ഇഞ്ച് താഴ്ച സിങ്ക് വരുന്നുണ്ട്. അതിൽ നിന്ന് നമുക്കൊരു ബെൻഡ് വെച്ച് നേരെ വേസ്റ്റ് ടെബിളിങ്ങിന് കൊടുക്കാനുള്ള താഴ്ചയിൽ വേണം നമ്മൾ വേസ്റ്റ് ലൈനിൻ്റെ ഹോള് കൊടുക്കാനായിട്ട്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 2 ഇഞ്ച് പൈപ്പാണ് പുറത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 2 ഇഞ്ച് പൈപ്പ് നേരെ പുറത്തേക്ക് കൊടുത്ത് അവിടെ ഏറ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് കുഴിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലാബിൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. സ്ലാബിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സാധാരണ നോർമൽ ലെവലിൽ വരുന്നത് സ്ലാബിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ലെവൽ വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ടോപ്പ് 2 ഇഞ്ച് ഹൈറ്റ് കൂടി വരുമല്ലോ നമുക്ക്. അതായത് ഗ്രാനൈറ്റ് വരുമ്പോൾ 2 ഇഞ്ച് കൂടി ഹൈറ്റ് കൂടി വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഫിനിഷിംഗ് ലെവൽ എന്ന് പറയുന്നത് 85-90 സെൻറ്റിമീറ്ററാണ് വരുന്നത്, അതിൻ്റെ ടോപ്പ് ലെവൽ വരുന്നത്. ഇനി നമ്മൾ ഈ ഗ്യാപ്പ് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, 2 ടാപ്പും തമ്മിലുള്ള ഗ്യാപ്പുകൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെക്കുന്നത്. അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നമുക്ക് ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് ടൈലിൻ്റെ കനം കൂടി നമ്മൾ കൊടുക്കണം. ടൈലിൻ്റെ കനം നമുക്ക് ഏകദേശം 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.5 സെൻറ്റിമീറ്റർ മാക്സിമം കൊടുക്കാവുന്ന രീതിയിൽ നമ്മൾ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിടണം. അല്ലെങ്കിൽ നമ്മൾ ടാപ്പ് ഇടുന്ന സമയത്ത് ഒരുപാട് ടൈലിൻ്റെ ഉള്ളിലേക്കായിരിക്കും ഈ ടാപ്പ് പോകുന്നത്. അപ്പോൾ ടാപ്പിനുള്ള അതിനുള്ള ഓപ്ഷൻ കാര്യങ്ങളില്ലെങ്കിൽ പിന്നീട് നമ്മൾ നിപ്പിൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം കുടയ്ക്കാൻ. അതുകൊണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈലിൻ്റെ ഗ്യാപ്പ് കൂടി, ടൈലിൻ്റെ ഒരു കനമുണ്ട്, ആ കനം കൂടി നമ്മൾ ഇട്ടിട്ട് വേണം അതിൻ്റെ പ്രൊജക്റ്റിനുള്ള ആ റെഡ്യൂസർ കാര്യങ്ങൾ കൊടുക്കാനായിട്ട്. ഒന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത് സാധാ പച്ചവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്, ഒന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത് ചൂടുവെള്ളത്തിന് വേണ്ടിയിട്ട്. അതിൻ്റെ CPVC കൊടുത്തിരിക്കുന്നത് CPVC മെറ്റീരിയൽസ് ആണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് PVC മെറ്റീരിയൽ ASTM പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് 85-90 സെൻറ്റിമീറ്ററാണ് ഫിനിഷിംഗ് ലെവൽ സാധാരണ കോമൺ ലെവലിൽ വരുന്നത്. ഇനി ഇതിൻ്റെ ഗ്യാപ്പൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കാരണം നമ്മൾ നോക്കിയാൽ മതിയായിട്ട് സിങ്ക് ഒരുപാട് ഭിത്തിയോട് ചേർന്നിരിക്കാനും പാടില്ല, എന്നാൽ ഇപ്പുറത്തേക്ക് ഒരുപാട് ചേർന്നിരിക്കാനും പാടില്ല. കാരണം ഒരുപാട് ചേർന്നിരുന്നുണ്ടെങ്കിൽ നമുക്ക് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ കൈയെത്താത്ത ഒരവസ്ഥ വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സിങ്കിൽ ഒരുപാട് നമ്മൾ സ്ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. പാത്രം കാര്യങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നടുവേദന വിട്ടുപോകാത്തൊരവസ്ഥ ഈ സിങ്കിൽ നിന്ന് നമുക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ സിമ്പിളായിട്ട് കാണുമെങ്കിലും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ സിങ്ക് ഒരുപാട് ഭിത്തിയോട് അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നിന്ന് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണ്ടുവേദന ഒരു മിഥ്യ ഘടകമായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന സ്ലാബിൻ്റെ ഹൈറ്റ് സാധാരണ ലെവലിൽ 85-90 നമ്മൾ കൊടുക്കേണ്ടത്. ഇനി അതല്ല, നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ 70 കണ്ടിട്ടുണ്ട്. ഈ 70 ആണെങ്കിൽ നമ്മൾ ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നിന്ന് കഴുകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കുനിഞ്ഞ് നിന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ കഴുത്ത് വേദന, അതുപോലെ തന്നെ ബാക്ക് പെയിൻ, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ അവസ്ഥയിലാണ് വരുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാക്സിമം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും.
പിന്നെ നമ്മൾ പറഞ്ഞ വേറൊരു കാര്യമാണ് ഈ ടാപ്പ് തമ്മിലുള്ള അകലം 6.5 ഇഞ്ചാണ് ഞാൻ പറഞ്ഞത്. 6.5 ഇഞ്ച് നമ്മൾ പറഞ്ഞതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ മിക്സഡ് ടാപ്പിന് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മിക്സഡ് ടാപ്പിൻ്റെ അകലം എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ മിക്സഡ് ടാപ്പ് വേണമെങ്കിൽ നമുക്ക് മിക്സഡ് ടാപ്പും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 6.5 ഇഞ്ച് നമ്മൾ പറഞ്ഞത്. അതായത് 2 ടാപ്പുകൾ തമ്മിലുള്ള അകലം 6.5 ഇഞ്ചാണ് സാധാരണ വരുന്നത്. ഇനി നമുക്ക് മിക്സഡ് ടാപ്പ് കൊടുത്ത് അല്ല സിംഗിൾ ടാപ്പുകളാണെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഏറ്റവും നല്ലത് മിക്സഡ് ടാപ്പിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ സിംഗിൾ ടാപ്പുകൾ ഓരോന്ന് സെപ്പറേറ്റ് സിംഗിൾ ടാപ്പുകൾ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി ചൂടുവെള്ളം കൂടാതെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടാങ്കിൽ ഇപ്പോൾ കിണർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ കിണർ വെള്ളം കൂടി കൊടുക്കാം ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 ടാപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്കൊരു 3 ടാപ്പ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ കിണർ വെള്ളം അതായത് കൂടി കൊടുക്കാം. ഒന്ന് റൈറ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം ടാങ്കിലെ വെള്ളം കൊടുക്കാം, പിന്നെ അതിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിൽ കിണറിലെ വെള്ളം കൊടുക്കാം. അതായത് മോട്ടർ അടിക്കുന്ന സമയത്ത് ഡയറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കിണറിലെ വെള്ളം കൊടുക്കാം. തൊട്ടപ്പുറത്ത് നമുക്ക് ചൂടുവെള്ളം കൂടി കൊടുക്കാം. ചൂടുവെള്ളം നമുക്ക് എന്തിനാണ് സിങ്കിൽ വേണ്ടത് എന്നൊരു ചോദ്യം ഉണ്ടാവാം. മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എണ്ണമയം കാര്യങ്ങൾ, നെയ്മയം കാര്യങ്ങളൊക്കെ നോൺ വെജ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നെയ്മയം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സാധാ സോപ്പ് ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയാലും അധികം കൂടുതലായിട്ട് വൃത്തിയാവില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ചൂടുവെള്ളം, ചെറിയൊരു ചൂടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ പറയുന്ന രീതിയിൽ നെയ്മയം കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കഴുകി മാറ്റാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചൂടുവെള്ളം സിങ്ക് കിച്ചണിൽ കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനി കിച്ചണിലല്ലാതെ വേണമെങ്കിൽ വർക്ക് ഏരിയയിലേക്കാണെങ്കിലും വർക്ക് ഏരിയയിലേക്ക് നമുക്കൊരു ചൂടുവെള്ളത്തിൻ്റെ ഓപ്ഷൻ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. പരമാവധി നമുക്ക് ഈ സിങ്കിനോട് ചേർന്ന് തന്നെ ഒരു സ്വിച്ച് ബോർഡ് കൊടുക്കുകയാണെങ്കിൽ മോട്ടറിൻ്റെ ഓപ്ഷൻ കൂടി നമുക്ക് കൊടുക്കാം. മോട്ടറിൻ്റെ ഓപ്ഷൻ സാധാരണ നമ്മൾ കൊടുക്കുന്നത് സിങ്കിന് തൊട്ടടുത്താണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടെയല്ല മെയിൻ നമ്മുടെ കിച്ചണാണ് വരുന്നത്. ഇനി അതല്ല വർക്ക് ഏരിയയിലേക്കാണ് വേണമെങ്കിൽ വർക്ക് ഏരിയയിലേക്കാണ് ഇതുപോലെ തന്നെ വർക്ക് ഏരിയയിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു സിങ്ക് ചെയ്തിട്ട് അത്യാവശ്യമായിട്ട് സിങ്ക് ചെയ്തിട്ട് അവിടെയും നമുക്ക് ഇതുപോലെ തന്നെ ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കും. അപ്പോഴും ഇതുപോലെ തന്നെയാണ് കൊടുക്കേണ്ടത്. ടാപ്പ് അതായത് നമ്മൾ ഗ്രാനൈറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ മിനിമം 7 ഇഞ്ച് ഹൈറ്റിൽ കൊടുക്കണം. ഇനി ഗ്രാനൈറ്റ് ഇട്ട സ്ഥലമാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഒരു സിങ്കിൻ്റെ ഏരിയയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അതല്ല നമ്മൾ സിങ്ക് വെക്കുന്ന സമയത്ത് നീളം കൂടിയ സിങ്ക് വരാറുണ്ട്, അതായത് ഒരു തട്ട് വരുന്ന രീതിയിലുള്ള സിങ്ക് വരാറുണ്ട്. അപ്പോൾ ഏത് സിങ്കാണോ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമേ തന്നെ അതിനനുസരിച്ചുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ടാപ്പ് ചിലപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സിങ്കിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സിങ്കിൻ്റെ കാര്യങ്ങളും കിച്ചണിൻ്റെ സിങ്ക് വരുന്ന മെയിൻ ഏരിയകളിൽ ടാപ്പ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എത്ര ഹൈറ്റിലാണ്, പിന്നെ നമുക്ക് സ്ലാബിൻ്റെ ഹൈറ്റ് എത്രയാണ്, സിങ്ക് എങ്ങനെയാണ്, അതിൻ്റെ വേസ്റ്റ് ലൈൻ കാര്യങ്ങളൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.